പക്ഷേ ഗസയിൽ ഒരു ചെറിയൊരു ആശ്വാസം ഉണ്ടായിട്ടുണ്ട്. ഇസ്രയേൽ ഒരു ഭാഗിക വെടിനിർത്തൽ, അവിടെ വെടിനിർത്തൽ ഒരു 60 ദിവസത്തേക്ക് വെടിനിർത്തൽ വേണമെന്നായിരുന്നു ആവശ്യം. ഭാഗികമായി വെടിനിർത്തലിന് അവർ സന്നദ്ധമായിട്ടുണ്ട്. രാവിലെ 10 മുതൽ രാത്രി 10 വരെ ആണ് സമയം. അവിടെ ഏതാണ്ട് കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ഒടുവിൽ 127 പേരാണ് ഈ ഭക്ഷണം കിട്ടാതെ മരിച്ചത്. ഏറിയ പങ്കും അതിൽ 2 ഭാഗം കുട്ടികളാണെന്ന് പറയുന്നു. അവിടെ അത്തരത്തിൽ, അതായത് വെള്ളം, ഭക്ഷണം, മരുന്ന് ഒക്കെ കിട്ടാതെ വലിയ രീതിയിലുള്ളൊരു മാനുഷിക പ്രതിസന്ധി ഉണ്ട്. ഇപ്പോൾ ലോകരാജ്യങ്ങൾ, ഇപ്പോൾ ഫ്രാൻസ് അടക്കം ഫലസ്തീൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ളൊരു അന്താരാഷ്ട്ര സമ്മർദ്ദം ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും മേലുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അനന്തരഫലം എന്ന നിലയിലാണോ ഈ ഒരു താൽക്കാലികമായ ഒരു കണ്ണിൽ പൊടിയിടൽ നടപടി മാത്രമാണോ ഇസ്രായേലിൻ്റെ, അതോ അവിടെ ഒരു ശാശ്വത സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ? ഇല്ല, തീർച്ചയായിട്ടും പ്രേമൻ പറഞ്ഞ പോലെ അതൊരു താൽക്കാലികമായ ഒരു ഈ അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ ഒന്ന് തടഞ്ഞു നിർത്താനുള്ള ഒരു താൽക്കാലിക തട എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇസ്രായേൽ അന്തിമമായ ഒരു ഫലസ്തീൻ വിമോചന പോരാട്ടത്തിലാണ്. ഫലസ്തീൻ വിമോചന പോരാട്ടം പണ്ട് ഫലസ്തീനികൾക്ക് അവരുടെ മാതൃരാജ്യത്തെ വിമോചിപ്പിക്കാനുള്ള പോരാട്ടമായിട്ടാണല്ലോ വിശേഷിപ്പിക്കപ്പെട്ടത്. ഇപ്പൊ അങ്ങനെയല്ല. ഫലസ്തീൻ എന്ന ഒരു രാജ്യമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഒരു ഭൂപ്രദേശത്തെ, ഒരു ജനതയുടെ അധിവാസ കേന്ദ്രത്തെ സമ്പൂർണമായും ഇസ്രായേലിനോട് അറ്റാച്ച് ചെയ്യാനുള്ള അധിനിവേശ പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ ഇസ്രായേല് ഫലസ്തീൻ വിമോചന പോരാട്ടം എന്ന് വിളിക്കുന്നത്. അതിന്റെ അന്തിമ ഘട്ടത്തിലാണ് ഇസ്രായേൽ പിന്നോട്ട് പോകുമെന്ന് കരുതാൻ യാതൊരു ന്യായവുമില്ല. കാരണം വെടിനിർത്തലിന് വേണ്ടിയുള്ള ആഹ്വാനങ്ങൾക്ക് മുമ്പിലൊന്നും അമേരിക്ക ഉന്നയിച്ചപ്പോഴും, അറബ് രാജ്യങ്ങളുടെ വലിയ സമ്പന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മ ഉന്നയിച്ചപ്പോഴും, UN ഉന്നയിച്ചപ്പോഴും ഒന്നും ഇസ്രായേൽ വഴങ്ങിയിട്ടില്ല. ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുമ്പോൾ തന്നെ ആ നിമിഷത്തിൽ അവർ ആക്രമണം തുടർന്നുകൊണ്ടേയിരുന്നു. ബഹുമുഖ പോരാട്ടമാണ് അവിടെ നടത്തുന്നത്. ഒന്ന്, നേർക്ക് നേരെ പോയി ആക്രമിക്കുക. 2, നഗരത്തെ തകർക്കുക. കഴിഞ്ഞ ഒരു ഏറിയൽ ചിത്രം കണ്ടോ പ്രേമൻ? ഒരു 2-3 വർഷം മുമ്പുള്ള ഗസ നഗരത്തിന്റെ ഒരു ഏറിയൽ പിക്ചറും ഇപ്പോഴത്തെ ചിത്രവും മരുപ്പറമ്പായി മാറിയിട്ടുണ്ട്, തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു നാഗരികതയെ തകർക്കുക, അവിടുത്തെ അവിടുത്തെ ജനവിഭാഗത്തെ, അറബ് വംശം എന്ന ജനവിഭാഗത്തെ തകർക്കുക. അതിനകത്ത് ജാതിയും മതമൊന്നും ഇപ്പോൾ അവർക്ക് പ്രശ്നമേ അല്ല. അതിനകത്ത് നമ്മൾ നേരത്തെ വിചാരിച്ചിരുന്നത് മുസ്ലിങ്ങളെ മാത്രമാണ് കൊല്ലുന്നതെന്ന്. അല്ല, ഏറ്റവും ഒടുവിൽ അറബ് വംശത്തിൽ ക്രിസ്ത്യാനികളുണ്ട്. അവർ വലിയ ആവേശത്തോടെ അവിടെ പോയി കുടിയേറി പാർത്ത് ജനസംഖ്യ കൂട്ടിയിട്ടില്ല എന്നേ ഉള്ളൂ. അവർ ന്യൂനപക്ഷമാണ്. പക്ഷെ അവരുടെ അവസാനത്ത് ഒരേ ഒരു ചർച്ചിനെ അവശേഷിച്ചിരുന്ന ചർച്ചിനെ പോലും ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ അറബ് വംശത്തിൽ നിന്ന് ഫലസ്തീനെ മോചിപ്പിക്കുക എന്ന അജണ്ട പലതരത്തിലാണ്. ഒന്ന്, നഗരം തകർക്കുക, തീവ്രവാദികളെ ഒളിച്ചിരിക്കുന്ന ഇടങ്ങൾ കൃത്യമായും അവർ മനുഷ്യ കവചമാണ് ഈ ഹമാസ് പോരാളികൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾ, പാവപ്പെട്ടവർ തിങ്ങിപ്പാർക്കുന്ന കേന്ദ്രങ്ങളാണ് ഇവർ ഒളിച്ചിരിക്കുന്നത്. അവരെ പിടിക്കാൻ ആ നാട് തന്നെ തകർക്കുക. അതിനുവേണ്ടി എത്ര തന്നെ സിവിലിയന്മാരെ കൊല്ലേണ്ടി വന്നാലും ഇവർക്ക് വിരോധമില്ല. 1. 2, ഈ നേരിട്ട് ഇസ്രായേലിനാണ് ഫലസ്തീനിലേക്കുള്ള എല്ലാ വഴികളുടെയും നിയന്ത്രണം. ഈ ജീവകാരുണ്യത്തിന്റെ ഭാഗമായി ലോകരാജ്യങ്ങൾ അന്താരാഷ്ട്ര ധാരണ പ്രകാരം അയച്ചു കൊടുക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ, മരുന്നുകൾ, അതിനെ ഉപരോധിക്കുക. കഴിഞ്ഞ കുറെ കാലമായിട്ട് അങ്ങനെയാണ് ചെയ്തത്. രോഗം വന്നവർക്ക് മരുന്ന് കിട്ടാതെ കൊല്ലുക. പിന്നെ ഭക്ഷണം, പട്ടിണി കിടക്കുന്നവന് വിശന്ന് മരിക്കട്ടെ, പട്ടിണി കിടന്ന് കൊല്ലുക. എങ്ങനെ വന്നാലും ആ ജനതയെ ഒന്നുകിൽ കൊന്നൊടുക്കുക. പ്ലസ് ഒരു അജണ്ട കൂടി ഒരുമിച്ച് നടക്കുന്നുണ്ട്. അവിടുന്ന് ഉള്ളവർക്ക് പലായനം ചെയ്യാൻ വാതിൽ തുറന്നു കൊടുക്കുക. ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഇപ്പോൾ ഈ പറഞ്ഞ രാജ്യങ്ങൾ പറഞ്ഞല്ലോ, എത്യോപ്യ, ജോർഡാൻ, ലിബിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ്. ഇപ്പോൾ ഇന്തോനേഷ്യയും. അപ്പോൾ ഇസ്രായേലുമായി സമ്മതം മൂളുന്ന കുറേ രാജ്യങ്ങളിലേക്ക് വഴി തുറന്നു കൊടുക്കുക. അവിടെ ചെന്നാൽ നിങ്ങൾക്ക് അഭയാർത്ഥികളായിട്ട് കഴിഞ്ഞുകൂടാം. ജന്മനാട്ടിൽ നിന്ന് പോയിട്ട് അഭയാർത്ഥികളായി കഴിഞ്ഞുകൂടാനുള്ള പദ്ധതി. ഒപ്പം അമേരിക്ക ഒരു ലോക ടൂറിസ്റ്റ് മാപ്പിലേക്ക് ഗസയെ കൊണ്ടുവന്ന ഒരു വേൾഡ് ടൂറിസ്റ്റ് സിറ്റി ആക്കിയിട്ട് അതിനെ മാറ്റാനുള്ള അജണ്ട. പ്ലസ് അതിൻ്റെ കൂടെ ഇതിന് രണ്ടിനും സമാന്തരമായിട്ട് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ പൗരന്മാരെ ഭരണകൂടത്തിന്റെ ചെലവിൽ കൊണ്ടുപോയി ചെലവും കൊടുത്ത് അവിടെ പാർപ്പിക്കുക. ആർക്ക് വേണ്ടി? രാജ്യത്തിന്റെ ഈ അധിനിവേശ പ്രക്രിയയുടെ ഭാഗമാകാൻ വേണ്ടി അവരെ കൊണ്ടുപോയി പാർപ്പിക്കുക. ഇസ്രായേൽ കൊണ്ടുപോയി ചെലവ് കൊടുക്കും, ഇസ്രായേൽ പൗരന്മാരാണ്. പക്ഷെ രാഷ്ട്രത്തിന്റെ ഗവൺമെന്റ് ആവശ്യപ്പെടുന്നിടത്ത് പോയി പാർക്കുക.
ഗസയിൽ പാർക്കുന്നുണ്ട്, വെസ്റ്റ് ബാങ്കിൽ പാർക്കുന്നുണ്ട്. അവിടുത്തെ ജനസംഖ്യയുടെ ഘടന മാറ്റുക. അത് രണ്ട് കാര്യങ്ങളായിരിക്കും. ഒന്ന്, അവിടെ നടക്കുന്ന ഡെവലപ്മെന്റ്സും ഒളിച്ചിരിക്കുന്ന ഭീകരവാദികളെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ കൃത്യമായി ഗവൺമെന്റിന് കൊടുക്കുന്നവരായിരിക്കും. രണ്ട്, അവരല്ലാത്തവരെ ആരെങ്കിലും അവിടെ പിന്നീട് വന്ന് പാർക്കുന്നുണ്ടോ, എത്ര പേര് ഒഴിഞ്ഞുപോയി എന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരു കൃത്യമായ കണക്ക് കൊടുക്കുക. ഈ പ്രവണത ഇപ്പോൾ ഈ ഒരു പ്രതിഭാസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പോക്ക് പോയാൽ ഇപ്പോൾ ഈ ഏറിയൽ മാപ്പ് സൂചിപ്പിക്കുന്നത് പോലെ ഗസ എന്ന നഗരം ഇല്ലാതായിരിക്കുന്നു എന്നതുപോലെ തന്നെ ഫലസ്തീൻ എന്ന ഒരു നാട് നമ്മുടെ ഭൂഗോളത്തിന്റെ മാപ്പിൽ നിന്ന് ഇല്ലാതെ പോകും. അത് പോകാൻ അധികം വർഷങ്ങൾ എടുക്കില്ല, അധികം വൈകാതെ ആ ടാർഗറ്റ് പൂർത്തിയാക്കും. പക്ഷെ മാഷേ, ഇതില് ഇപ്പോൾ ഫ്രാൻസ് ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന നിലപാടെടുക്കുമെന്ന് പറയുന്നു. മറ്റ് യൂറോപ്യൻ ശക്തി, ഇപ്പോൾ ജർമ്മനിയും ബ്രിട്ടനും ഏതാണ്ട് സമാന അവസ്ഥയിലാണ്. ഇപ്പോൾ ബ്രിട്ടൻ അവിടെ ദുരിതാശ്വാസ സാമഗ്രികൾ ജോർദാൻ വഴി വിതരണം ചെയ്യാനായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുന്നുണ്ട്. UAEയും വലിയ താമസമില്ലാണ്ട് എയർ ഡ്രോപ്പ്, ഇപ്പോൾ ഇസ്രയേലും എയർ ഡ്രോപ്പ് വഴിയാണ്, അതായത് വിമാനമാർഗം അവിടെ ഭക്ഷണ വസ്തുക്കൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇസ്രയേലും അമേരിക്ക ഒരു പക്ഷത്ത് നിൽക്കുകയാണ്. മറ്റ് വലിയ സൈനിക ശക്തികളെല്ലാം തന്നെ ഫലസ്തീൻ അനുകൂലമായ ഒരു സിമ്പതി എന്ന് വേണമെങ്കിൽ പറയാം, ആ രീതിയിൽ നിലപാടെടുക്കുമ്പോൾ ഈ ഇസ്രയേലിന്റെ അജണ്ട അത്ര പെട്ടെന്ന് നടപ്പിലാകും? പെട്ടെന്ന് നടപ്പിലായില്ലെങ്കിൽ തന്നെ അത് ഇറ്റ്സ് ടു ലേറ്റ്. കാരണം ഇനിയിപ്പോൾ അവർ മറിച്ചൊരു തീരുമാനം എടുത്താൽ തന്നെ ഇനി എങ്ങനെയാണ് ഫലസ്തീനികളെ രണ്ടാമത് പുനഃസ്ഥാപിച്ചു കൊണ്ടുവരിക? അവരെ എങ്ങനെയാണ് അവിടുത്തെ ജനസംഖ്യ 22 ലക്ഷത്തോളം വരുന്ന ജനസംഖ്യയുണ്ട്. അവരെ എങ്ങോട്ട് ആട്ടിപ്പായിക്കാനാണ്? അവരെവിടെ പോയി എന്ത് ചെയ്യും? അല്ല, അതൊരു ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പക്ഷേ ഇസ്രായേലിന് പദ്ധതിയുണ്ട്, അവരെ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള പദ്ധതിയുണ്ട്. പകരം ഈ തകർന്നുപോയ ഒരു ഫലസ്തീനെ ഇനി പുനർനിർമ്മിക്കാൻ ആർക്ക് സാധിക്കും? അങ്ങനെ സാധിച്ചാൽ തന്നെ ഈ ഇസ്രായേലിന്റെ അധീനതയിലുള്ള, അവരുടെ കൈവശത്തിലുള്ള ഒരു രാജ്യത്ത് എങ്ങനെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തും, എങ്ങനെ അവിടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഒരു പ്രതീക്ഷയും ഇല്ലാഞ്ഞിട്ടാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു കാര്യം വളരെ ആശാവഹമാണ്. ലോക ഭൂപടത്തിൽ ഈ സമ്പൂർണമായി ഒരേ താളത്തിൽ സംസാരിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ മോഹം എന്താണോ അത് നടപ്പാക്കുന്ന മട്ടിൽ മൗനം കൊണ്ടെങ്കിലും പിന്തുണക്കുന്നവരാണ് ബാക്കി എല്ലാവരും. ആരൊക്കെ? അമേരിക്ക മാത്രമല്ല അതിന് ചേർന്ന് അറബ് രാജ്യങ്ങൾ മുഴുവനും, ഇസ്രായേലിന്റെ ശത്രുക്കളും എതിരാളികളും എന്ന് കരുതിയിരുന്ന അറബ് രാജ്യങ്ങളൊക്കെ തന്നെ അതേ താളത്തിൽ ഇസ്രായേലിന്റെ രൂപരേഖയുടെ കൂടെ നിന്നവരാണ്. ആ സമയത്താണ് യൂറോപ്പിൽ നിന്നൊരു മറുശബ്ദം. അത് തീർച്ചയായിട്ടും ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരായി ആഗോളതലത്തിൽ ഉയർന്നു വരുന്ന ഒരു പുതിയ G7 രാജ്യങ്ങൾക്കകത്ത് നിന്ന് ഫ്രാൻസിന്റെ ശബ്ദം വരുന്നു. അതൊരു മറുവാക്കാണ്. തീർച്ചയായിട്ടും അത് ലോക സമാധാനത്തിന് ഉപകരിക്കുന്നതാണ്. ഒരു ബദൽ, ഒരു മറു ഗ്രൂപ്പ് ഉണ്ടാവുക, മറുതന്ത്രം ഉണ്ടാവുക, അപ്പുറത്തൊരു സമ്മർദ്ദ ഗ്രൂപ്പ് ഉണ്ടാവുക, എതിര് പറയാൻ ആളുണ്ടാവുക. ഇപ്പം എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കുന്നത് ഫ്രാൻസ് എന്നും മനുഷ്യാവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നാടാണ്. എല്ലാ കാലത്തും ചരിത്രത്തിലും അങ്ങനെയാണല്ലോ. ഫ്രഞ്ച് വിപ്ലവം ലോകത്തിലെ ആദ്യത്തെ വിപ്ലവമാകുന്നത് അതുകൊണ്ടാണ്. ഈ സാഹോദര്യം, സമത്വം, സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന മുദ്രാവാക്യം വിളിച്ചവരാണ്. ആ ചരിത്രവും സംസ്കാരവും അവർക്ക് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ലോകത്തിലെ എല്ലാവരും അവഗണിക്കുമ്പോൾ ഒരു വലിയ മനുഷ്യാവകാശ പ്രശ്നം, ഒരു ജനതയെ പട്ടിണിക്കിട്ട് കൊല്ലുക, അത് കണ്ടു നിൽക്കാൻ കഴിയാതെയാണ് ഈജിപ്ഷ്യൻ തീരത്ത് കഴിഞ്ഞ ദിവസം ഒരു സമരം കണ്ടില്ല? ഈജിപ്ഷ്യൻ ജനത കുപ്പിക്കകത്താക്കി ഭക്ഷണ സാധനങ്ങൾ കടലിൽ ഒഴുക്കുക. അല്ല, പക്ഷെ വേറൊരു സംഗതി ഉണ്ടായി. അത് ഇസ്രയേല്, അതായത് ഫ്രീഡം ഫ്ലോട്ടില കൊളീഷൻ, അതായത് സന്നദ്ധ സംഘടനയാണ്, അവരുടെ ഒരു കപ്പല് ഈ ഫലസ്തീൻ തീരം ലക്ഷ്യമാക്കി വന്നു. പക്ഷെ അത് തടഞ്ഞു വെച്ചേക്കാണ്, വിട്ടുകൊടുത്തില്ല. അതിനകത്ത് വലിയ മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു, അവരെയൊക്കെ തിരിച്ചയച്ചു. പക്ഷേ ഭക്ഷണ സാധനങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഭക്ഷണ സാധനങ്ങൾ കേടുവരുത്തി കളഞ്ഞിട്ട് എന്താണ്? അത് ഇസ്രായേലിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്. ഞങ്ങൾ ഇനി സഹിക്കുകയില്ല, അവരെ പട്ടിണിക്കിട്ടാണെങ്കിൽ പട്ടിണിക്കിട്ട് കൊന്നു തീർക്കുക എന്ന അജണ്ടയുമായി ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ ഉള്ളിൽ ഈ മനുഷ്യത്വം എന്നൊരു വികാരം ഉണ്ടല്ലോ, മനുഷ്യപ്പറ്റ്, കാരുണ്യം തുടങ്ങിയ വികാരങ്ങൾ, മനുഷ്യാവകാശം എന്നൊരു ബോധം, അതൊക്കെ ഫ്രാൻസ് ലോകത്തിൽ അതുള്ള ജനത വലിയ തോതിലുണ്ട്. പക്ഷേ അത് അവരാരും പറയാൻ തയ്യാറാവാത്ത സമയത്ത് ഫ്രാൻസ് അത് ഉയർത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇസ്രായേൽ സ്വീകരിക്കുന്ന തന്ത്രം എന്താ? ആ ജനത ഇസ്രായേലിന്റെ അധീനതയിലാണ്, അവർ ചെലവിന് കൊടുക്കേണ്ടതാണ് സത്യത്തിൽ. അതെ. അപ്പോൾ ആരെങ്കിലും കൊടുത്തുകൊള്ളട്ടെ, തൽക്കാലത്തേക്കൊന്ന് എയർ തുറന്നു കൊടുക്കുക, ആകാശം തുറന്നു കൊടുക്കുക, ആരെങ്കിലുമൊക്കെ കൊണ്ടുചെന്ന് ഇട്ട് കൊടുത്തോട്ടെ, കിട്ടുന്നത് ഈ അപ്പത്തൊട്ടുകൾ എടുത്ത് കഴിച്ചോട്ടെ എന്ന് തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് വഴങ്ങിയാൽ, അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് വഴങ്ങിയല്ലോ എന്ന ഒരു മുഖം രക്ഷിക്കാം എന്ന് മാത്രമേ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നുണ്ടാവുള്ളൂ. കാരണം ഈ ഫലസ്തീനിൽ സമാധാനമാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നതെങ്കിൽ
അതിനുവേണ്ടി മുൻകൈ എടുക്കേണ്ട ഇസ്രായേൽ, അതിനുവേണ്ടി ടേബിൾ ടോക്കിന് ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കേണ്ട സന്ദർഭങ്ങൾ, നൂറുകണക്കിന് സന്ദർഭങ്ങൾ ഈ കഴിഞ്ഞ 1-2 കൊല്ലമായി ഇസ്രായേൽ കളഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് താല്പര്യമില്ല എന്നാണ് അതിനർത്ഥം. അവരെ ഇനി നിർബന്ധിച്ചിട്ട് കാര്യമില്ല എന്ന് അമേരിക്കക്കറിയാം, അറബ് രാജ്യങ്ങൾക്കറിയാം. ദോഹ കേന്ദ്രീകരിച്ച് ഇപ്പോഴും ചർച്ചകൾക്ക് ടേബിൾ തുറന്നു വെച്ചിരിക്കുകയാണ്. ഇസ്രായേൽ മാത്രമാണ് ചെല്ലാത്തത്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ആരെങ്കിലും അവരുടെ ആയുസ് കുറച്ച് നീട്ടിക്കിട്ടാൻ ഈ വരുന്ന ഭക്ഷണ സാധനങ്ങൾ ഫ്രാൻസിന്റെ ഇടപെടൽ ഉപകരിക്കുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇസ്രായേലിനെ പോലുള്ള G7 രാജ്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? എത്രത്തോളം പോകാൻ പറ്റും? പറ്റിയാൽ തന്നെ ഇസ്രായേൽ എന്തുമാത്രം സ്വീകരിക്കും? അപ്പോൾ അമേരിക്ക എടുക്കുന്ന സ്റ്റാൻഡ് എന്തായിരിക്കും? ഇനി ആലോചിക്കാവുന്ന ഒരു കാര്യം, ഫ്രാൻസിന്റെ കൂടെയാണോ? ചോദ്യം ഇതാണ്. ഈ ഇഷ്യൂവിൽ ഫ്രാൻസിന്റെ കൂടെയാണോ ഇസ്രായേലിന്റെ കൂടെയാണോ ജനം, അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ? അതിൽ ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ സ്വീകരിക്കുന്ന നിലപാട്, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങൾ, നമ്മുടെ ബ്രിക്സ് രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് വളരെ പ്രധാനമായിരിക്കും. ഒരു പക്ഷേ ആഗോളതലത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് ലോകരാജ്യങ്ങൾ ചേരിതിരിഞ്ഞുള്ള ഒരു സംവാദത്തിനെങ്കിലും വഴിയൊരുക്കാൻ, മനുഷ്യാവകാശത്തെ, ഫലസ്തീനികളുടെ മനുഷ്യാവകാശത്തെ മുൻനിർത്തിയുള്ള ഒരു സംവാദത്തിനെങ്കിലും വഴിയൊരുക്കാൻ ഫ്രാൻസിന്റെ ഈ ഇടപെടൽ നന്നായി എന്ന് വേണം പറയാൻ. അതിന്റെ ഭാവി അനുസരിച്ചിരിക്കും ഇനി അങ്ങോട്ട് പശ്ചിമേഷ്യയുടെ ഭാവി.